നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഒരു പയൽ റീഡിംഗ് ആണ്. ഇതിലൂടെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്ന സന്തോഷ വാർത്തകൾ, ശുഭകാര്യങ്ങൾ ഇവയൊക്കെ എന്താണ് എന്നാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് കിട്ടിയിരിക്കുന്ന പേജ് ഓഫ് സോർഡ്സ്, 9 ഓഫ് കപ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്നീ കാർഡുകളുടെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളുടെ ചിന്തകളിലൊക്കെ ഒരു വ്യക്തതയും അതേപോലെ തന്നെ ആഗ്രഹ സബലീകരണവുമൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. ഇവിടെ പേജ് ഓഫ് സോർഡ്സിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ചിന്താഗതിയിലൊക്കെ ഒരു വലിയ വ്യക്തത എത്തിച്ചേരാനായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളെ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളൊക്കെ അലട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി കാര്യങ്ങളിലൊരു വ്യക്തത കൈവരുന്ന ഒരു സമയമാണിത്. അതേപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനും പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കാനുമൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അപ്രതീക്ഷിതമായിട്ടുമുള്ള വാർത്തകളൊക്കെ വളരെ വേഗത്തിൽ നിങ്ങളെ തേടി വരുന്നുണ്ട്. ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമോ ശുഭവാർത്തയോ നിങ്ങളെ തേടി എത്താനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നും ഒരു മറുപടിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സമയം നിങ്ങളെ തേടി എത്താനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവാൻ പോകുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിൽ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. അത് സഫലമാവുമ്പോൾ വലിയൊരു സംതൃപ്തിയും സന്തോഷവും നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു സമയം ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു തോന്നൽ നിങ്ങളിൽ അനുഭവപ്പെടുന്നതാണ്. അതേപോലെ തന്നെ കുടുംബങ്ങളുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെയുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുന്നതാണ്. അവരുമായിട്ട് ഒരുമിച്ച് സന്തോഷം പങ്കിടാനുള്ള അവസരങ്ങളും ഈ ഒരു സമയം നിങ്ങളെ തേടി എത്തുന്നതാണ്. അതേപോലെ തന്നെ ഈ സമയം നിങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നുമൊക്കെ വലിയൊരു ആശ്വാസം ലഭിക്കുന്നതാണ്. പുതിയൊരു ഊർജത്തോടെയും ഉന്മേഷത്തോടെയും ഏത് കാര്യത്തെയും സമീപിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ പുതിയ നേട്ടങ്ങളുടെയും സാമ്പത്തിക വളർച്ചയുടെയും വലിയൊരു വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ തികച്ചും അപ്രതീക്ഷിതമായ സാമ്പത്തിക മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയൊരു ജോലി ഓഫർ, ബിസിനസ് പങ്കാളിത്തം, അല്ലെങ്കിൽ പണം സമ്പാദിക്കാനുള്ള മറ്റെന്തെങ്കിലും പുതിയൊരു വഴി, അങ്ങനെ സാമ്പത്തികത്തിനുള്ള പല വഴികളും ഈ ഒരു സമയം നിങ്ങളെ തേടി വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കൂടാതെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വന്ന് ചേരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാനും നിങ്ങളിലേക്ക് വരുന്ന നല്ല മാറ്റങ്ങളെ അല്ലെങ്കിൽ അവസരങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും അത്തരം അവസരങ്ങളൊക്കെ നിങ്ങളെ വലിയ വിജയത്തിലേക്ക് തന്നെ നയിക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് കിട്ടിയിരിക്കുന്ന ക്യൂൻ ഓഫ് വാൺസ്, ദ മൂൺ, നൈറ്റ് ഓഫ് വാൺസ് എന്നീ കാർഡുകളുടെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ സമയമെന്ന് പറയുന്നത് വലിയൊരു ആത്മവിശ്വാസത്തിൻ്റെയും അതേപോലെ തന്നെ മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ
പുറത്ത് വരുന്നതായിട്ടുമുള്ള ഒരു സമയമാണെന്നാണ് കാണുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു ആത്മവിശ്വാസവും അതേപോലെ തന്നെ ഒരു ആകർഷണ ശക്തിയുമൊക്കെ ഈ ഒരു സമയം വന്ന് ചേരുന്നുണ്ട്. അതായത് ഏത് പ്രശ്നത്തെയും പ്രതിസന്ധിയെയും വളരെ ധൈര്യത്തോടെ നേരിടാനുള്ള ഒരു ഊർജം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ആകർഷണ ശക്തി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ചുറ്റുമുള്ളവർ നിങ്ങളെ ബഹുമാനത്തോടെ കാണുന്ന, നിങ്ങളെ ഒരു താല്പര്യത്തോടെയൊക്കെ കാണുന്ന ഒരു സമയമാണിത്. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ അനുകൂലമായ വാർത്തകളും അല്ലെങ്കിൽ അവസരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയം ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കാൻ പറ്റുന്ന പല സാഹചര്യങ്ങളും ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ ഇവിടെ ദ മൂൺ കാർഡിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കയോ ഭയമോ ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധങ്ങളിലായിരിക്കാം അത്തരമൊരു അവസ്ഥ നിലനിൽക്കുന്നത്. അതായത് നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ ആശങ്കയോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർ കൂടെ നിന്ന് നിങ്ങളെ ചതിക്കുവാണോ, അവർ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ സമയം സത്യങ്ങൾ പുറത്ത് വരുന്നുണ്ട്. ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരിൽ നിന്നാണ് അകലം പാലിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സൂചനകൾ ഈ ഒരു സമയം നൽകുമെന്നുള്ളതാണ് കാണുന്നത്. അതിലൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള വലിയൊരു മാനസിക ഭാരത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ്. കൂടാതെ ഈ ഒരു സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ശക്തമായിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഏത് കാര്യത്തിലും നിങ്ങൾ തീരുമാനം എടുക്കാനായിട്ട് തയ്യാറാവുമ്പോഴും അവിടെ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഉപദേശം ചോദിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക, അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളെ ശരിയായ തീരുമാനത്തിലേക്ക് നയിക്കുന്നതാണ്. കൂടാതെ നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ യാതൊരുവിധ മടിയോ ഭയമോ ഒന്നുമില്ലാതെ വളരെ ആവേശത്തോടെ പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരാനായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകളും പലർക്കും വന്ന് ചേരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.